ലോകത്തിന്റെ സ്പന്ദനം അറിയുന്ന ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള വിഷയങ്ങളിൽ പോലും അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ ഇടപെടുന്ന നമ്മുടെ സ്വന്തം സഖാക്കൾക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആഗോള വിഷയങ്ങളിൽ ഊർജം കണ്ടെത്തുന്ന, എന്നാൽ അടുക്കളയിലെ പുകയുന്ന പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന നമ്മുടെ ഇടതുപക്ഷ സഹപ്രവർത്തകരെ കുറിച്ചാണ്. അപ്പോൾ സംഗതി ഇതാണ്: ഗാസയിലെ വംശഹത്യക്കെതിരെ മുംബൈയിൽ ഒരു റാലി നടത്താൻ നമ്മുടെ CPM സഖാക്കൾക്ക് വലിയ മോഹം. അവിടെ എണ്ണിയാൽ ഒടുങ്ങുന്ന 1-2 ആൾക്കാരേ ഉള്ളൂ. പക്ഷേ മുംബൈ പോലീസ് അത് സമ്മതിച്ചില്ല. അതെങ്ങനെയാ? അത്ര ദൂരെ നടക്കുന്ന കാര്യത്തിന് ഇവിടെ പ്രശ്നമുണ്ടാക്കുന്നത് ശരിയാണോ? പോലീസ് വിട്ടില്ല. പിന്നെ നമ്മുടെ സഖാക്കൾ നേരെ അങ്ങ് ബോംബെ ഹൈക്കോടതിയിലേക്ക് വെച്ച് പിടിച്ചു. കോടതിയെ, ഞങ്ങൾക്ക് പ്രതിഷേധിക്കണം, ഗാസയിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ട്. പക്ഷേ കോടതിയുടെ മറുപടി കേട്ട് സഖാക്കൾ ശരിക്കും സ്തംഭിച്ചു പോയി. ജസ്റ്റിസുമാരായ രവീന്ദ്ര ഗുഗയും ഗൗതം അൻഖാദും അടങ്ങിയ ബെഞ്ച് പറഞ്ഞത് എന്താണെന്നറിയാമോ? നിങ്ങൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിയല്ലേ? രാജ്യത്തെ ചപ്പുചവർ പ്രശ്നം, മാലിന്യം, വെള്ളക്കെട്ട്, മലിനജല പ്രശ്നം ഇതൊന്നും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ലേ? ഇതൊന്നും ചെയ്യാതെ എന്തിനാണ് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള വിഷയങ്ങളിൽ തലയിടുന്നത്? കോടതിയുടെ ഈ ചോദ്യം കേട്ട് സഖാക്കൾ പോലും ഉരുകിപ്പോയിട്ടുണ്ടാകും. കാരണം വർഷങ്ങളായി അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബികളിലൊന്ന് അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെയും ഇസ്രായേൽ കടന്നാക്രമണങ്ങൾക്കെതിരെയും ഒക്കെ പ്രസംഗിക്കുകയായിരുന്നല്ലോ. ഇവിടെ വീടിനടുത്ത് കക്കൂസ് പണിയ സ്ഥലം കിട്ടാത്തവൻ പോലും ഫലസ്തീന് സ്വാതന്ത്ര്യം എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച എന്തൊരു രസമാണ്! സഖാക്കളുടെ ദേശസ്നേഹത്തിന്റെ പുതിയ നിർവചനം. കോടതി സഖാക്കളുടെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്തത്രേ. നിങ്ങൾക്കൊന്നും രാജ്യത്തിന്റെ വിദേശകാര്യ നയം അറിയില്ലേ എന്നും ചോദിച്ചു. ഇത്രയും കാലം അമേരിക്കൻ ഡോളർ കൊടുത്ത് നമ്മുടെ രാജ്യത്തെ വിറ്റവരെന്ന് പരസ്പരം വിളിച്ചവരാ ഇപ്പോഴത്തെ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. യഥാർത്ഥ ദേശസ്നേഹം തെളിയിക്കാൻ ശ്രമിക്കുകയായിരുന്നു സഖാക്കൾ. പക്ഷേ കോടതിയുടെ കണ്ണിൽ അത് വെറും പൊടിപടലം മാത്രമായി പോയി. CPM പോളിറ്റ് ബ്യൂറോ പ്രസ്താവന ഇറക്കി. കോടതിയുടെ നിലപാട് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് രാഷ്ട്രീയ പക്ഷപാതപരമാണെന്നും അവർ അങ്ങ് നിലവിളിച്ചു. ഗാന്ധിജിയും നെഹ്റുവും ഫലസ്തീന് വേണ്ടി വാദിച്ച കാര്യമൊക്കെ കോടതി മറന്നുപോയത്രേ. സത്യം പറഞ്ഞാൽ സഖാക്കളെ, നിങ്ങൾ ഇന്ത്യയിലെ ചപ്പുചവർ പ്രശ്നം ഏറ്റെടുത്താൽ അത് നിങ്ങളുടെ വിപ്ലവത്തിനൊരു മുതൽക്കൂട്ടാകും. കാരണം മാലിന്യം കൂടുമ്പോൾ പടരുന്ന രോഗങ്ങളും ദുരിതങ്ങളും സാധാരണക്കാരനെയാണ് ബാധിക്കുന്നത്. അവിടെ ഒരു വർഗസമരം തുടങ്ങാൻ എളുപ്പമല്ലേ? മാലിന്യം തള്ളുന്ന മുതലാളിമാർക്കെതിരെയും അത് നീക്കാത്ത സർക്കാരിനെതിരെയും സമരം ചെയ്യും. പക്ഷെ എന്തിനാ വെറുതെ ആർപ്പും വിളിയും അല്ലേ? നിങ്ങളിപ്പോ മുതലാളിമാരെ വിട്ട് ഇപ്പോ മതപരമായിട്ടുള്ള കാര്യങ്ങളിലാണല്ലോ ഇടപെടുന്നത്. അതെങ്ങനെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന വാർത്താ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ കിട്ടുന്ന ഒരു ഗമയുണ്ടല്ലോ, അത് ഈ ചപ്പുചവർ പ്രശ്നത്തിൽ ഇടപെട്ടാൽ കിട്ടുമോ? ഇല്ലല്ലോ. മാത്രല്ല, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ് തമ്മിൽ തല്ലിച്ചാൽ അത് കുറച്ചും കൂടി മൈലേജ് തരും. ഇത് നമ്മുടെ കോടതിക്ക് മനസ്സിലാവാത്തത് വെറും ഒരു കഷ്ണം തന്നെയാണ്. അതുകൊണ്ടാണ് സഖാക്കൾ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര കമ്മ്യൂണിസം വളർത്തുന്നത്. ഒരു വിപ്ലവം മാലിന്യത്തിനെതിരെ. എന്തായാലും ബോംബെ ഹൈക്കോടതിയുടെ ഈ നിലപാടിനെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും അപലപിക്കണമെന്നാണ് CPM പറയുന്നത്. സഖാക്കളെ, ഒരു കാര്യം ഉറപ്പാണ്: ലോകം ഒരു ഗ്ലോബൽ വില്ലേജ് ആകുമ്പോൾ നിങ്ങളുടെ ഈ അന്താരാഷ്ട്ര ചിന്താഗതിക്ക് ഒരു കുറവും വരില്ല. പക്ഷേ ദയവായി ഈ രാജ്യത്തെ ചപ്പും ചവറും മാലിന്യവും വെള്ളക്കെട്ടും ഒക്കെ ഒന്ന് തിരിഞ്ഞു നോക്കൂ. ഒരുപക്ഷെ അടുത്ത വിപ്ലവം ഈ മാലിന്യത്തിൽ നിന്ന് തുടങ്ങുന്നത് കാണാൻ നമുക്ക് ഭാഗ്യം ഉണ്ടാകും. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു രസകരമായ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി.